കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസ് അതിക്രമക്കേസിലെ പ്രതിയുടെ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി. അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരനായ സെയ്തലവിയാണ് പരാതി നൽകിയത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഈ വിഷയത്തിൽ ഉയർന്നുവരുന്ന പ്രതിഷേധം, KSEB നടപടിയിലെ അസ്വാഭാവികത, ഇതൊക്കെ മന്ത്രിയുടെ പ്രതികരണം, ഇതൊക്കെ നേരത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലേക്ക് ഒരു പരാതി കൂടി എത്തുന്നു നാട്ടുകാരൻ്റെ ഭാഗത്തുനിന്ന്. വിവരങ്ങൾ എന്താണ് രാഹുൽ? TK അജ്മൽ ചെയ്ത തെറ്റിന് പിതാവായ റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നതിലാണ് ഇപ്പോൾ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. നാട്ടുകാരനായ സെയ്തലവിയാണ് ഈ പരാതിക്കാരനായ സെയ്തലവി ഇപ്പോൾ 24 ചേരുന്നത്. ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ പരാതിയിൽ അജ്മൽ ചെയ്ത കുറ്റത്തിന് അജ്മലിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള കരണ്ട് യാതൊരു കുടിശ്ശികയും KSEBക്ക് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ വിച്ഛേദിച്ചത് തീർത്തും ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 നഗ്നമായ ലംഘനവും വൈദ്യുതി നിയമം 43 സെക്ഷന്റെ ലംഘനമാണ്. ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്ന IPS ഉദ്യോഗസ്ഥൻ ആണെന്ന് പറയപ്പെടുന്നു ചെയർമാൻ. ആ ചെയർമാന് ഇത്തരം നിയമങ്ങൾ അറിയില്ല എങ്കിൽ തൽസ്ഥാനത്ത് തുടരാൻ യാതൊരു യോഗ്യതയില്ല. ഇപ്പം മാതൃഭൂമിയുടെ ഒരു ന്യൂസിൽ ഒരു പോസ്റ്റായിട്ട് കണ്ടു, മന്ത്രി പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തത്. മന്ത്രിക്കും നിയമബോധം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ഇന്ത്യൻ സുപ്രീം കോടതിയുടെയും ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. വൈദ്യുതി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണെന്നും അത് വിച്ഛേദിക്കാനോ അത് തടസ്സപ്പെടുത്താനോ യാതൊരു നിയമം പാടില്ല എന്നും ആർട്ടിക്കിൾ 21 ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ ബോധമില്ലാത്ത രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയിലൂടെ നടത്തുന്നത് തീർത്തും തെറ്റാണ്. ഇത് അടിയന്തരമായിട്ട് തിരിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടി ഉണ്ടാവണം. തീർച്ചയായിട്ടും അതാണ് പരാതിക്കാരന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. നാളെ ഇത് സംബന്ധിച്ചൊരു അന്വേഷണ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. TK രാഹുൽ, ഇതിൽ മന്ത്രിയുടെ പ്രതികരണം കൂടി നമ്മൾ കേട്ടതാണല്ലോ. ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ സംരക്ഷിക്കുന്നുണ്ട് വൈദ്യുതി മന്ത്രി. ഒപ്പം തന്നെ ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് ആ കുടുംബം ഉറപ്പ് നൽകണം എന്നുള്ളതാണ് മന്ത്രി മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു വിവാദമൊക്കെ രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ നിലപാടും ശ്രദ്ധേയമാണല്ലോ രാഹുൽ. തീർച്ചയായിട്ടും ഈ മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ മാതാപിതാക്കളുടെ പ്രതികരണം തേടിയിരുന്നു. അതിൽ അജ്മലിന്റെ മാതാവ് പറയുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി അങ്ങനെ ഒരു അതിക്രമം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരണം നൽകി കഴിഞ്ഞു. ഇനി പോലീസാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. പോലീസിന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒരാൾ KSEB ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ല എന്ന് ഒരിക്കലും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ട് പോലീസ് കൈമാറുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും ഈ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അജ്മലിന്റെ മാതാവും പിതാവും ഇപ്പോഴും ആശുപത്രിയിലാണെങ്കിലും നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാർക്ക് ഇതിലുള്ള പ്രതികരണം എന്താണ്? നാട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അജ്മൽ വല്ലവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അതിന് ശിക്ഷിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും വേണമെന്നാണ് പറഞ്ഞത്. ആ സുഖമില്ലാത്ത കിടക്കുന്ന ഉമ്മനെയും ബാപ്പനെയും ദുരിതത്തിലാക്കുന്ന KSEBന്റെ അനാസ്ഥയാണ്, തോന്നിവാസമാണ്. ഞാൻ അയൽവാസിയാണ്, എൻ്റെ പേര് മോഹനാണ്. ചേട്ടാ, ഇന്ന് ഞായറാഴ്ചയല്ല, അപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധ്യത കുറവല്ലേ? വളരെ കുറവാണ്. അവർ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാരല്ല ആക്രമിക്കേണ്ടത്. അവർ ചെയ്തിട്ടുണ്ട്, അവർ ജയിലിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ കറണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കേണ്ടതാണ്. TK നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുവാനുള്ളത് ഇത് തന്നെയാണ്. വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കണം. ഇപ്പോഴും അവർ ആശുപത്രിയിൽ തുടരുകയാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ ഈ വീട്ടിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വീണ്ടും തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് മാതാവിന്റെയും പിതാവിന്റെയും നിലവിലെ തീരുമാനം. അതോടൊപ്പം ഇന്ന് വൈകിട്ട് 4 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുകയാണ്. അതിനിടയിൽ തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരണവും ശ്രദ്ധേയമാവുന്നത്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, നിലവിലെ ബഹുജന പ്രതിഷേധം കണക്കിലെടുക്കണം. ഇങ്ങനെ പ്രതിഷേധമൊക്കെ വരുന്ന ഈ KSEBയുടെ നടപടിയിൽ അസ്വാഭാവികതയൊക്കെ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലത്തിൽ ഞായറാഴ്ചയാണ് എന്നുള്ളതൊക്കെ ഒരു തടസ്സമാണോ? ഇന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകാനുള്ളൊരു സാധ്യതയുണ്ടോ രാഹുൽ?
KSEB ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നിലവിൽ അത് സംബന്ധിച്ചൊരു ഉത്തരവ് മുകളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരി, നിഖിൽ പ്രമേഷിനൊപ്പം ഇപ്പോൾ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുണ്ട്. നിഖിൽ, നേരത്തെ മന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തിൽ. വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകാം, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ നടപടിയെ കുറ്റപ്പെടുത്തുന്നുമില്ല മന്ത്രി. ഇപ്പോൾ നിഖിൽ പ്രമേഷിൻ്റെ ഒപ്പം വൈദ്യുതി മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. യെസ് ശ്രീജിത്ത്, ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ മന്ത്രി നമ്മളോട് നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഒറ്റ കാര്യമാണ്, ഈ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. അവർ ഇത്തരത്തിൽ ഫീസ് അടയ്ക്കാത്ത ആളുകളുടെ അടുത്തെത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്ത സാഹചര്യം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതിലൊരു മനുഷ്യാവകാശ വിഷയം കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. മിനിസ്റ്റർ, ഇന്നലെ നമ്മൾ വിശദമായി ഈ വിഷയം സംസാരിച്ചതാണ്. പക്ഷേ അതിൽ ആ കുടുംബത്തിനുണ്ടാവുന്ന, പ്രത്യേകിച്ച് ഈ വൈദ്യുതി കണക്ഷൻ അജ്മലിന്റെ പേരിലല്ല, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലാണ്. അവരടക്കമുള്ള വീട്ടിൽ ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതേപോലെ ജീവനക്കാർക്കുള്ള ബുദ്ധിമുട്ടില്ല. അവരുടെ ഓഫീസിൽ തല്ലുന്നത്, അവർക്കൊരു ജീവന് ഒരു സംരക്ഷണം കിട്ടുന്നുള്ള ഒരു ഉറപ്പ് വേണ്ടേ? അത് ആരെങ്കിലും ഉറപ്പ് കൊടുത്താലല്ലേ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഒരു ഉറപ്പ് കൊടുത്താലല്ലേ അവർക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നാളെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ചുറ്റുപാട് വരില്ലേ? കേരളം മുഴുവൻ ഈ പ്രശ്നമുള്ളതല്ലേ? ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞല്ലോ, അപ്പോൾ മന്ത്രി ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകി. ഉറപ്പ് തന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വീട്ടുകാർ ഉറപ്പ് നൽകണം, വീട്ടുകാരോ പോലീസോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടണം. ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ആളുകൾ ചോദിക്കുന്നത് KSEB കോടതിയാണോ എന്നാണ് ചോദിക്കുന്നത്. കോടതിയല്ലല്ലോ ഉറപ്പ് കിട്ടണ്ടേ? കോടതിയല്ല, KSEB അവർ ജീവൻ പണയം വെച്ചിട്ട് പോകുമോ? അല്ല, ജീവനക്കാർക്ക് അവർക്കൊരു സംരക്ഷണം കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നാളെ പോയാൽ ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഓഫീസിൽ കയറിയുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് അജ്മൽ പറയുന്നത്. മറ്റൊന്ന്, ഈ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ അടക്കം ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും അവർ പറയുന്നുണ്ട്. മന്ത്രിക്ക് ഉറപ്പുണ്ടോ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത്? അങ്ങേക്ക് ഉറപ്പാണോ? അവർ പണം അടയ്ക്കാത്തവർ കട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. കട്ട് ചെയ്ത് പണം അടച്ചപ്പോൾ അവർ കൊടുക്കുകയും ചെയ്തു. പിന്നെന്തിനാണ് ഈ പ്രശ്നം വരുന്നത്? പിന്നെന്തിനാണ് ഈ പ്രശ്നം വരുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അജ്മലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം. പോലീസിൽ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. എതിരായിട്ടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, മക്കൾക്കെതിരായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കണക്ഷൻ വിച്ഛേദിക്കുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ, അവിടുത്തെ ഉമ്മ പ്രായമായ സ്ത്രീയാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്, അവരുടെ പിതാവ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. ജീവനക്കാർക്ക് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിലൊന്നും ന്യായീകരിക്കല്ല, പക്ഷെ ചെയ്തിട്ടുണ്ടാവും. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോകാൻ ധൈര്യമില്ല ആർക്കും. ഇത്ര ധൈര്യമില്ലാത്ത ആളുകളാണോ അങ്ങയുടെ വകുപ്പിൽ ജോലി ചെയ്യുന്ന? ജീവന് ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ? മരിക്കുന്നു തോന്നിയാൽ നമ്മൾ ആരെങ്കിലും പോകും? ഇപ്പോൾ ഒരു കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ പോകുമ്പോൾ അവരെ ആക്രമിക്കുന്ന എങ്ങനെയാണ് മന്ത്രി അങ്ങേക്ക് പറയാം? എങ്ങനെയാ വെച്ചാൽ അതാണ് സാഹചര്യം. അവിടെ ഇപ്പൊ കണക്ഷൻ കൊടുത്ത ശേഷമല്ലേ ആക്രമണം ഉണ്ടായത്? അത്ര ഭീതിതമായ സാഹചര്യമാണോ? ആ കണക്ഷൻ കൊടുത്ത ശേഷം പിന്നെ എന്തിനാ ആക്രമണം ഉണ്ടാകേണ്ട ആവശ്യം പറയും? അപ്പോൾ ഈ വൈകിച്ചതിനെ കൂടി എനിക്കിതാ ഒരു പലിശ എന്ന് പറഞ്ഞ് കൊടുത്താലോ? അത് ഒരു ഉറപ്പ് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെങ്കിലും ഭാഗത്തുനിന്നോ ഇവരില്ല, ഈ ഉടമസ്ഥന്മാരെങ്കിലും ഞങ്ങളെ ഇനി മക്കൾ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഈ നിമിഷം തന്നെ അങ്ങ് വിളിച്ചു പറയും, KSEB ചെയർമാനെ വിളിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ അതൊക്കെ നിർദ്ദേശം പോയിട്ടുണ്ട്. അവർ ചെയ്യും, ജീവനക്കാരനെ ചെയ്യും. ഇത്തരമൊരു സംഭവം നമ്മൾ മുൻപ് അങ്ങനെ കേട്ട് പരിചയമില്ലാത്തതാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അതെ, അല്ലെങ്കിൽ പണം അടയ്ക്കാത്തവർ അടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? ഇപ്പോൾ ആദിവാസികളുടെ അടക്കം 10,500 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ നമ്മൾ സംസാരിച്ച ഒരു ഇളവൊക്കെ കൊടുത്തിട്ട് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി മറ്റേ പട്ടികവർഗ മിനിസ്റ്ററുമായിട്ട് കേളു മിനിസ്റ്ററുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ അത് കണക്ഷൻ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പാവപ്പെട്ടവർ ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം നേരത്തെയും ഇങ്ങനെ ഈ KSEB ഓഫീസിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണോ അങ്ങേക്ക് കിട്ടിയ വിവരം? നേരത്തെയും ഇത്തരത്തിൽ ബില്ലടയ്ക്കാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമാണ്. ഇത് ഒരു മെസ്സേജായിട്ട് പോകുമല്ലോ. പണം അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മെസ്സേജായാൽ പിന്നെ അങ്ങനെ ഒരു ചിന്ത വരില്ലേ? ജീവനക്കാരെങ്കിലും രാത്രി നമ്മളിപ്പോൾ ഫോണിൽ കിട്ടുകയാണ് എൻ്റെ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ വന്ന് പോസ്റ്റിൽ കയറി ഇത് ചെയ്യുന്നില്ല. എത്ര ആളുകളാണ് മരിച്ചു വീണത്? അപ്പോൾ അവരുടെ വിഷമം കൂടി അറിയണ്ടേ? അവർക്കൊരു സംരക്ഷണം കിട്ടുന്നുള്ളൊരു തോന്നൽ വേണ്ടേ? അപ്പോൾ നമുക്ക് ഫൈനൽ വേർഡായിട്ട് പറയാൻ പറ്റുക, അവിടുന്ന് ഒരു ഉറപ്പ്, ഞങ്ങളെ ജീവനക്കാരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ ഒരു ആക്രമണം ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ അടുത്ത നിമിഷം നമ്മൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുക്കും.
അതെ അതെ അതെ. അതാണ് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും ശ്രീജിത്ത്, മന്ത്രി വ്യക്തമാക്കുന്ന കാര്യം തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക്, അതായത് അവിടെ എത്തുന്ന ജീവനക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂടി ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉറപ്പ്, ഞങ്ങളുടെ ജീവനക്കാർ അവിടെ സുരക്ഷിതരായിരിക്കും എന്നുള്ള ഉറപ്പ് കിട്ടുകയാണെങ്കിൽ അടുത്ത നിമിഷം അവർക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ കഴിയുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് മന്ത്രിക്കൊപ്പം ചേരുകയായിരുന്നു. മന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകണമെങ്കിൽ ഇനി പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്നുള്ളതാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്.